കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പോളാർ കോർഡിനേറ്റ്സിനെയും അവയുടെ പ്രത്യേകതകളെയും കുറിച്ചാണ്. ഇന്ന് നമുക്ക് പറയാനുള്ളത് പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള പോളാർ കർവുകളുടെ ഗ്രാഫിംഗ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. കാർട്ടീഷ്യൻ ഇക്വേഷനുകളായിട്ടുള്ള y=f(x) എന്ന രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന കർവുകളെ ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ചെയ്തിരുന്നത് എക്സിൻ്റെ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂസ് കണ്ടുപിടിക്കുകയും അങ്ങനെ കിട്ടുന്ന പോയിന്റുകൾ മാർക്ക് ചെയ്ത് ഗ്രാഫ് വരയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പോളാർ ഇക്വേഷനുകളിൽ നമുക്ക് കാണാൻ കഴിയുക r=f(θ) എന്ന രൂപത്തിലാണ് അവിടെ റിലേഷൻസ് നമുക്ക് തരുന്നുണ്ടാവുക. അവിടെ തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ആ ഡിസ്റ്റൻസ് എത്രയാണ്, പോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് മനസ്സിലാക്കി അത് മാർക്ക് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. പോളാർ കർവുകളുടെ ഗ്രാഫ് വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതിയാവും. അതിൽ ഒന്ന്, ഫസ്റ്റ് നമ്മൾ സിമെട്രിയാണ് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും നമുക്ക് തരുന്ന കർവുകളിൽ ഏതെങ്കിലും ഒരു സിമെട്രി നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അപ്പോൾ സിമെട്രി ചെക്ക് ചെയ്യുന്ന സമയത്ത് 3 ടൈപ്പ് സിമെട്രിയാണ് നമുക്ക് കാണാൻ കഴിയുക. ഒന്ന് എക്സ് ആക്സിസ് സിമെട്രി എന്നാണ് നമ്മൾ പറയുക. എക്സ് ആക്സിസ് സിമെട്രി നമ്മുടെ r(θ) പ്ലെയിനിൽ എക്സ് ആക്സിസ് എന്നല്ല പറയാറുള്ളത്, പോളാർ ആക്സിസ് എന്നാണ് പറയുക. പോളാർ ആക്സിസ്, ഈ പോളാർ ആക്സിസിനെ അനുസരിച്ച് കൊണ്ടുള്ള സിമെട്രി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് തരുന്ന ഇക്വേഷനുകളെല്ലാം r=f(θ) എന്ന രൂപത്തിലാണ് ഉണ്ടാവുക. അവിടെ എക്സ് ആക്സിസ് സിമെട്രി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് r(θ) എന്ന പോയിന്റിന് പകരം നമ്മൾ r-θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 2 പോയിന്റുകളിലും r-θയും നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എക്സ് ആക്സിസ് സിമെട്രി അല്ലെങ്കിൽ പോളാർ ആക്സിസ് സിമെട്രി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെക്ക് ചെയ്യാവുന്ന വേറൊരു പോയിന്റ് -r∅−θയാണ്. ഇതിലേതെങ്കിലും ഒരു പോയിന്റ് നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു എക്സ് ആക്സിസ് സിമെട്രി അല്ലെങ്കിൽ പോളാർ ആക്സിസ് സിമെട്രി ഉണ്ട് എന്ന് പറയാം. അതായത് നമുക്ക് ഗ്രാഫുകൾ ഇങ്ങനെ പറയാം. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പോളാർ ആക്സിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ സിമെട്രി ഉണ്ടെങ്കിൽ നമുക്ക് ഈ എക്സ് ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് രൂപത്തിലാണോ ഒരു ഭാഗത്ത് കിടക്കുന്നത് അതേ ടൈപ്പ് തന്നെ നമുക്ക് ഈ ഭാഗത്തും വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് സിമെട്രിയുടെ പ്രത്യേകത. അപ്പോൾ ഈ എക്സ് ആക്സിസിൻ്റെ മുകളിലോ താഴെയോ എങ്ങനെയാണ് വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയി ഒരു മിറർ ഇമേജ് അപ്പുറത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് വരയ്ക്കണം, ഇവിടെയും അതുപോലെ വരച്ചിട്ടുണ്ടാവണം. ഇതാണ് എക്സ് ആക്സിസ് സിമെട്രിയുടെ പ്രത്യേകത. ഇനി ഇതുപോലെ മറ്റൊന്നാണ് വൈ ആക്സിസ് സിമെട്രി. വൈ ആക്സിസ് സിമെട്രി. വൈ ആക്സിസ് സിമെട്രിയുടെ കാര്യം നമുക്ക് വൈ ആക്സിസ് എന്നല്ല r(θ) പ്ലെയിനിൽ പറയുക. അവിടെ θ=π/2 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനാണ് ഈ കാണുന്നത്. θ=π/2. ഇവിടെ θ=0 ആണ് എക്സ് ആക്സിസ്. അപ്പോൾ ഈ π/2 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സിമെട്രിയാണ് ഇനി പറയേണ്ടത്. അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സിമെട്രി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യം, നമ്മുടെ r(θ) എന്ന് പറയുന്ന പോയിന്റുകൾക്ക് പരസ്പരം r∅−θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ r(θ) എന്നുള്ള ഭാഗങ്ങളിൽ r∅−θ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷനാണ് r=f(θ) എങ്കിൽ നമുക്കതിനെ വൈ ആക്സിസ് സിമെട്രി ഉള്ള ഒരു കർവാണ് എന്ന് പറയാം. ഇനി മറ്റൊരു പോയിന്റ് നമുക്ക് പറയാവുന്നത് ഇതിൽ -r-θ. ഇതിലേതെങ്കിലും ഒരു പോയിന്റ് നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ വൈ ആക്സിസ് സിമെട്രി ഉണ്ട് എന്ന് പറയാം. പിന്നെ മൂന്നാമത്തൊരു സിമെട്രി ഉള്ളത് ഒറിജിൻ സിമെട്രിയാണ്. ഒറിജിൻ സിമെട്രി. ഒറിജിൻ സിമെട്രിയുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, അവിടെ ചെക്ക് ചെയ്യുന്നതിന് ഇങ്ങനെയാണ്, r(θ) എന്ന പോയിന്റുകൾക്ക് പകരം -r∠θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ r=f(θ) സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ r∠θ പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കേണ്ടത് r∅+θയാണ്. അപ്പോൾ ഈ പോയിന്റുകൾ ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒറിജിൻ സിമെട്രി ഉണ്ട് എന്ന് പറയാം. ഇതാണ് ആദ്യത്തെ കേസിൽ നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ സിമെട്രി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിലേതെങ്കിലും ഒരു സിമെട്രി ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ അടുത്ത പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം, ഈ r=f(θ) എന്നാണല്ലോ നമ്മുടെ ഇക്വേഷൻ ഉള്ളത്.
അപ്പോൾ അവിടെ തീറ്റ വേരി ചെയ്യുന്നതിനനുസരിച്ച് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളുടെ വാല്യൂ അങ്ങനെ മാറുന്നു നോക്കണം. അതനുസരിച്ചുകൊണ്ട് ആറിൻ്റെ വാല്യൂ എന്താണ് നോക്കണം അല്ലേ. നമുക്ക് ചെയ്യേണ്ടത് വാല്യൂ ഓഫ് ആർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെ കിട്ടുന്ന തീറ്റയുടെയും ആറിൻ്റെയും വാല്യൂസ് നമുക്കൊരു ടേബിളർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ടത്. അതായത് സാധാരണ നമ്മൾ ചെയ്യുന്നത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ എന്ന പോലെ നമുക്ക് തീറ്റ എന്ന് പറയുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു. ഈ വാല്യൂസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫ് വരയ്ക്കുന്നു. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇത് ഓരോ പോയിന്റുകളും ഓർത്തിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് നോക്കാം. ഗ്രാഫ് ദ കർവ് ആർ ഈക്വൽ ടു 4 - 3 സൈൻ തീറ്റ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കർവ്. അത് ഗ്രാഫ് വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന 3 സ്റ്റെപ്പുകളാണ് ഓർത്തിരിക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് സിമെട്രി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു സിമെട്രി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആദ്യം എക്സ് ആക്സിസ് സിമെട്രി ആണോ, വൈ ആക്സിസ് സിമെട്രി ആണോ, ഒറിജിനൽ സിമെട്രി ആണോ, അല്ലെങ്കിൽ ഇത് മൂന്നും ഉണ്ടോ എന്നുള്ളത് നോക്കണം. എക്സ് ആക്സിസ് സിമെട്രി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമുക്കവിടെ തന്നിരിക്കുന്ന പോയിന്റ് ആർ തീറ്റ എന്ന് പറയുന്ന ആ ഇക്വേഷനിൽ ഇവിടെ ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്ന ഇക്വേഷനിൽ ആർ തീറ്റ എന്നുള്ളതിന് പകരം ആർ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഇക്വേഷനുള്ളത് ആർ ഈക്വൽ ടു 4 - 3 സൈൻ തീറ്റ എന്നതാണ്. അതിൽ ആറിന് മാറ്റമില്ല. തീറ്റയ്ക്ക് മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആർ ഈക്വൽ ടു 4 - 3 ഇൻറ്റു സൈൻ ഓഫ് മൈനസ് തീറ്റ എന്നാവും. അത് നമുക്ക് കിട്ടുന്നത് ആർ ഈക്വൽ ടു 4 - 3 ഇൻറ്റു സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് പിന്നെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 4 + 3 സൈൻ തീറ്റ എന്നാണ് കിട്ടുക. പക്ഷേ നമുക്കുള്ള ഇക്വേഷൻ എന്താണ്? 4 - 3 സൈൻ തീറ്റയാണ്. അതിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആർ മൈനസ് തീറ്റ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് തന്നിരിക്കുന്ന കർവ് സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഹാസ് നോ എക്സ് ആക്സിസ് സിമെട്രി, അല്ലെങ്കിൽ പോളാർ ആക്സിസ് സിമെട്രി ഇല്ല എന്ന് പറയും. നോ പോളാർ ആക്സിസ് സിമെട്രി. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പിന്നെ നമുക്ക് ചെയ്യേണ്ടത് വൈ ആക്സിസ് സിമെട്രി ഉണ്ടോ എന്നുള്ളതാണ്. അതിന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട പോയിന്റ് ഏതാണ്? ആർ പൈ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആർ പൈ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്? ആർ ഈക്വൽ ടു 4 - 3 സൈൻ തീറ്റയിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർ ഈക്വൽ ടു 4 - 3 ഇൻറ്റു സൈൻ പൈ മൈനസ് തീറ്റ എന്നാണ് കിട്ടുക. അവിടെ ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു 4 - 3 ഇൻറ്റു സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റ തന്നെയാണ്. അപ്പോൾ ആർ ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ മാറ്റമൊന്നുമില്ല, ആ റിലേഷൻ മാറ്റമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ ഗിവൺ കർവ് സാറ്റിസ്ഫൈ ദ പോയിന്റ് ആർ പൈ മൈനസ് തീറ്റ. സോ ഇറ്റ് ഹാസ് വൈ ആക്സിസ് സിമെട്രി, വൈ ആക്സിസ് സിമെട്രി, അല്ലെങ്കിൽ ദ സ്ട്രെയിറ്റ് ലൈൻ തീറ്റ ഈക്വൽ ടു π/2 എന്ന് പറയുന്ന ആ സ്ട്രെയിറ്റ് ലൈനുമായിട്ട് സിമെട്രി ഉണ്ട് എന്ന് പറയാം. ഇനി ഒരു പോയിന്റ് കൂടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തത് ഒറിജിൻ സിമെട്രി ഉണ്ടോ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മൈനസ് ആർ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ആർ പൈ പ്ലസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിലേതെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് മൈനസ് ആർ തീറ്റ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആറിന് പകരം മൈനസ് ആർ എന്നാവും. പിന്നെ 4 - 3 സൈൻ തീറ്റ എന്നാണ് കിട്ടുക. അപ്പോൾ മാറ്റി എഴുതുമ്പോൾ ആർ ഈക്വൽ ടു -4 + 3 സൈൻ തീറ്റ എന്ന് എഴുതേണ്ടി വരും. പക്ഷേ ഇതും നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനും ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ -r തീറ്റ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ആകെ ഒരു സിമെട്രി മാത്രമേ ഉള്ളൂ. എന്താണ്? വൈ ആക്സിസ് സിമെട്രി. നമ്മൾ പറയുന്ന വൈ ആക്സിസ് സിമെട്രി, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എ സിമെട്രി about the straight line theta equal to π/2. അപ്പോൾ നമ്മൾ ആ കാര്യമാണ് ആദ്യം പറയേണ്ടത്. the given curve r equal to 4 - 3 sin theta satisfies the point r pi minus theta. So the given curve has the symmetry about the line theta equal to π/2. നമ്മൾ അതിനെന്ത് പറയും?
വൈ ആക്സിസ് സിമെട്രി എന്ന് പറയും. അപ്പോൾ സിമെട്രിയുടെ കാര്യം ഓക്കെ ആയി. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം കൂടെ പറഞ്ഞു പോട്ടെ. വൈ ആക്സിസ് സിമെട്രി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യം, വൈ ആക്സിസ് സിമെട്രി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പറയാവുന്നൊരു കാര്യം, നമുക്ക് 0 മുതൽ π/2 വരെ വരച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തിൻ്റെ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ നമുക്ക് 0 ≤ θ ≤ π/2 എടുത്തു കഴിഞ്ഞാൽ പിന്നെ π/2 to π നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് π മുതൽ 3π/2 വരെ കണ്ടുപിടിച്ചാൽ മതിയാവും. π < θ ≤ 3π/2. അപ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെയും തേർഡ് ക്വാഡ്രൻറ്റിലെയും ആംഗിളുകളെ ഉപയോഗിച്ചുകൊണ്ട് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഗ്രാഫ് വഴിയും വരയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ വൈ ആക്സിസ് സിമെട്രി ഉള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം. അപ്പോൾ നമുക്ക് സിമെട്രിയുടെ കാര്യത്തിൽ തീരുമാനമായി. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ആറിൻ്റെ വാല്യൂ തീറ്റ മാറുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കലാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. ഇവിടെ നമുക്കുള്ള ഇക്വേഷൻ എന്താണ്? r = 4 - 3 sin θ എന്നല്ലേ. ഇവിടെ നമുക്കറിയുന്നൊരു കാര്യം, സൈൻ തീറ്റയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ചാണ് ആറിൻ്റെ വാല്യൂ മാറുക അല്ലേ. ഇവിടെ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് 0 to π/2 ആണ്. അവിടെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ആസ് തീറ്റ ഇൻക്രീസസ് ഫ്രം 0 to π/2, 0 മുതൽ π/2 വരെയല്ലേ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ തീറ്റയുടെ വാല്യൂ വേരി ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം എന്താണ്? വാല്യൂ ഓഫ് സൈൻ തീറ്റ, വാല്യൂ ഓഫ് സൈൻ തീറ്റ ഇൻക്രീസസ് ഫ്രം 0 to 1. ശരിയല്ലേ? 0ൽ നിന്നും π/2ലേക്ക് ആംഗിൾ ചേഞ്ച് ചെയ്യുമ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ 0ൽ നിന്നും 1ലേക്കാണ് മാറുന്നത് നമുക്കറിയാം. അതാണ് ഗ്രാഫ് നമുക്ക് ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇങ്ങനെയാണ് സൈൻ തീറ്റേൻ്റെ ഗ്രാഫ് നമുക്കറിയാവുന്നത്. ഇങ്ങനെയാണ് π/2 എത്തുമ്പോൾ അവിടെ വാല്യൂ 1 ആണ്. പിന്നെ π എത്തുമ്പോൾ വീണ്ടും അവിടെ നമുക്ക് എന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ ഇതാണ് സൈൻ തീറ്റയുടെ ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യം. അപ്പോൾ ഇങ്ങനെ പറയാം, ആസ് തീറ്റ ഇൻക്രീസസ് ഫ്രം 0 to π/2, വാല്യൂ ഓഫ് സൈൻ തീറ്റ ഇൻക്രീസസ് ഫ്രം 0 to 1 എന്ന്. അപ്പോൾ 0ൽ നിന്നും 1ലേക്ക് സൈൻ തീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിന് അനുസരിച്ച് നമുക്ക് ആറിൻ്റെ വാല്യൂവിലും ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറയാം, സോ ദ വാല്യൂ ഓഫ് ആർ decreases from 4 to 1. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമുക്ക് ഈ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലായി. 4ൽ നിന്നും 1ലേക്കാണ് കുറയുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് π മുതൽ 3π/2 വരെയുള്ള കാര്യം മനസ്സിലാക്കിയാൽ മതിയാവും. അതുകൊണ്ട് നമുക്കതും കൂടെ പറയാം. ഓൾസോ ആസ് തീറ്റ വേരീസ് ഫ്രം π to 3π/2, നമുക്ക് സൈൻ തീറ്റയുടെ വാല്യൂ അല്ലേ ഇനി പറയേണ്ടത്. വാല്യൂ ഓഫ് സൈൻ തീറ്റ എന്താവുന്നു? ഡിക്രീസസ് ഫ്രം, നമുക്ക് പൈയുടെ വാല്യൂ എന്താണ്? 0 ആണ്. 0ൽ നിന്നും 3π/2ലേക്ക് വരുന്ന സമയത്ത് സൈൻ്റെ വാല്യൂ -1ലേക്ക് ചുരുങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, വാല്യൂ ഓഫ് സൈൻ തീറ്റ ഡിക്രീസസ് ഫ്രം 0 to -1. 0ൽ നിന്നും -1ലേക്കാണ് സൈൻ തീറ്റയുടെ വാല്യൂ തേർഡ് ക്വാഡ്രൻറ്റിൽ വേരി ചെയ്യുന്നത്. നമുക്കറിയുന്ന കാര്യമാണ്. അങ്ങനെയാവുമ്പോൾ ആറിൻ്റെ വാല്യൂ എന്താവും എന്നുള്ളത് നമുക്ക് അറിയേണ്ടത്. ദെൻ വാല്യൂ ഓഫ് r = 4 - sin തീറ്റ. അവിടെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് ഇവിടെ 0 ആകുന്ന സമയത്ത് 4 ആണ് മാക്സിമം വാല്യൂ. പിന്നെ അങ്ങനെ കുറഞ്ഞിട്ട് -1ലേക്ക് എത്തുന്ന സമയത്ത് ഈ വാല്യൂ കൂടി 7ലേക്ക് എത്തും. നമുക്ക് പറയാം, വാല്യൂ ഓഫ് r increases from 4 to 7 എന്ന് കിട്ടും. അപ്പോൾ ആ രണ്ട് കാര്യത്തിലും ഒരു ധാരണയായിട്ടുണ്ട്. ഇവിടെ നമുക്ക് 4 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ 7ലേക്കാണ് ഇൻക്രീസ് ചെയ്ത് വരുന്നത് വാല്യൂ വരുന്നത് എന്നുള്ളത്. ഇനി ഇതനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ ഒന്ന് വരച്ചു വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ നമുക്ക് പറയാനുള്ളത്, ഈ ഗ്രാഫ് പോളിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒറിജിനിലൂടെ
ഇത് കറന്നു പോകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതൊന്നും കൂടെ നമുക്ക് മനസ്സിലാക്കി നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആ ഇക്വേഷനിൽ r=0 ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനല്ലേ. അതിനുവേണ്ടി നമ്മൾ അതും കൂടെ ഒന്ന് പറയാം. ഇവിടെ നമുക്ക് ഉള്ളത് r=4 - 3 sin θ എന്നുള്ളതാണ്. ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് സൈൻ തീറ്റയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് മാത്രമാണ്. ഇവിടെ സൈൻ തീറ്റയുടെ വാല്യൂ 0 to 1, -1ൻ്റെയും അതുപോലെ 1ൻ്റെയും ഇടയ്ക്കാണ് നമ്മുടെ സൈൻ തീറ്റയുടെ വാല്യൂ കിടക്കുന്നത്. അത് 0 ആയാൽ പോലും ആറിൻ്റെ വാല്യൂ എന്താവില്ല, 0 ആവില്ല. അപ്പോൾ നമുക്ക് പറയാം ഹിയർ r=0 ഫോർ ഓൾ വാല്യൂ ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ സോ ദ ഗ്രാഫ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഗ്രാഫ് ഡസ് നോട്ട് ടച്ചസ് ദ പോൾ, ഡസ് നോട്ട് ടച്ച് ദ പോൾ, പോളിലൂടെ കടന്നു പോകുന്നില്ല, ഒറിജിനലുമായിട്ട് ടച്ച് ചെയ്യുന്നില്ല എന്നർത്ഥം. ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും നമുക്ക് ഗ്രാഫുകൾക്ക് ടേൺ പോയിൻ്റായിട്ട് ഈ പോൾ മാറി വരാറുണ്ട്. അപ്പോൾ അത് ഈ കാരണം ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ. ഇനി മൂന്നാമത്തെ കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അതായത് നമുക്ക് ഒരു ടേബിൾ വരയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആ ടേബിൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ആദ്യം തീറ്റയുടെ വാല്യൂ മനസ്സിലാക്കുന്നു. തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ നമ്മുടെ ഇക്വേഷൻ എന്താണ്, 4 - 3 sin തീറ്റയാണ്. അതിൻ്റെ വാല്യൂ എന്താവും എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ θ=0 ആകുന്ന സമയത്ത് എന്താണ് വാല്യൂ കിട്ടുന്നത് നോക്കാം. നമുക്കുള്ളത് r=4 - 3 sin തീറ്റയാണ്. അതിൽ θ=0 ആയിക്കഴിഞ്ഞാൽ എന്താവുന്നു, r=4 - 3 sin 0, ദാറ്റ് ഈസ് r=4 - 3 0, ദാറ്റ് ഈസ് r=4 എന്നാവും. അപ്പോൾ ഇവിടെ വാല്യൂ 4 എന്നായി കിട്ടും. ഇനി അടുത്തത് നമുക്ക് ആ സ്റ്റാൻഡേർഡ് ആംഗിളുകൾ കുറച്ചെടുത്ത് ചെയ്താൽ മതിയാവും. അടുത്തത് നമുക്ക് 30 ഡിഗ്രി എടുത്ത് നോക്കാം. ദാറ്റ് ഈസ് π/6 ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, വെൻ θ=π/6 വി ഗെറ്റ് r=4 - 3 sin π/6, ദാറ്റ് ഈസ് 4 - 3 1/2, ദാറ്റ് ഈസ് 4 - 1.5 എന്നല്ല കിട്ടുക, ദാറ്റ് ഈസ് 2.5 എന്നാവും. അപ്പോൾ വെൻ θ=π/6 വാല്യൂ ഓഫ് r=2.5. ഇങ്ങനെ കുറച്ച് ആംഗിളുകൾ എടുക്കുക, അതിൻ്റെ വാല്യൂസും കണ്ടുപിടിക്കുക. ഞാൻ കുറച്ച് ചെയ്തിട്ട് വാല്യൂ എഴുതുന്നു. കുറച്ച് ആംഗിളുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആറിൻ്റെ വാല്യൂ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി ഈ വാല്യൂകൾ ഉപയോഗിച്ചുകൊണ്ട് പോയിൻ്റുകൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമുക്ക് അതിലേക്ക് പോകാം. ഇവിടെയുള്ള ഓരോ തീറ്റയുടെ വാല്യൂവും മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആറിൻ്റെ വാല്യൂ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോലെ ആക്സിസ് വരച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും അല്ല എന്നുള്ള ഓർത്തിരിക്കുക. ഇത് സ്ട്രേറ്റ് ലൈനുകളാണ്. നമ്മുടെ പോൾ ഇവിടെ ഒറിജിൻ O ഉണ്ട്. പിന്നെ θ=0 എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ ഇവിടെയുണ്ട്. θ=π/2, θ=π, θ=3π/2 എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈനുകളാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. നമ്മൾ ഗ്രാഫ് വരയ്ക്കാനുള്ള ഒരു സെറ്റപ്പിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇനി വെൻ θ=0 വാല്യൂ ഓഫ് r=4 എന്നാണ് പറയുന്നത്. നമുക്ക് ആ 4 യൂണിറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇവിടെ 4 യൂണിറ്റ്സ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ 1 സെൻറ്റിമീറ്ററൊക്കെ എടുത്ത് വരച്ചോളൂ. അപ്പോൾ ഇവിടെ 4 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പോയിൻ്റ് ഉള്ളത് എന്താണ്, 4-0 എന്ന് പറയുന്ന പോയിൻ്റാണ് മാർക്ക് ചെയ്യേണ്ടത്, ശരിയല്ലേ? അപ്പോൾ 4-0 എന്ന് പറയുന്ന പോയിൻ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് r θ എന്ന് പറയുന്നതിൽ 4-0 എന്ന് പറയുന്നത് മാർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ മാർക്ക് ചെയ്യും, 0 എന്ന് പറയുന്ന ആംഗിൾ θ=0 ആണ്. θ എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ എടുക്കുന്നു. അവിടെ 4 എന്ന് പറയുന്ന പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ 4 യൂണിറ്റ്സ് ഫോർവേഡ് ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 2 3 4. ഇതാണ് നമ്മുടെ 4-0 എന്ന് പറയുന്ന പോയിൻ്റ്. നെക്സ്റ്റ് നമുക്ക് π/6 ആണ്, 30 ഡിഗ്രിയുള്ള ഒരു സ്ട്രേറ്റ് ലൈനാണ് പിന്നെ എടുക്കേണ്ടത്. അതിൽ 2.5 യൂണിറ്റ്സ് ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അത് ചെയ്ത് നോക്കാം. ഇനി θ=π/6 എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈനാണ് ഈ കാണുന്നത്. അതിൽ 2.5 ആണ് നമ്മുടെ r എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 1
2.5 ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പോയിൻ്റ് നെക്സ്റ്റ് ഇതാണ് നമ്മുടെ അടുത്ത പോയിൻ്റ്. ഇനി നമുക്ക് വേണ്ടത് തീറ്റ ഈക്വൽ ടു π/4 ആണ്. അപ്പോൾ π/4 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഏകദേശം വരയ്ക്കാം. ഏകദേശമാണ് വരയ്ക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് അളവെടുത്ത് വരയ്ക്കുന്നതാണെങ്കിൽ വളരെ നന്നാവും. അപ്പോൾ π/4 ഇതാണ് π/4. π/4 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്യാം. ദിസ് ഇസ് തീറ്റ ഈക്വൽ ടു π/4. π/4ൽ നമുക്ക് വാല്യൂ എത്രയാണ്? 1.8 ആണ്. 1.8 എന്ന് പറയുന്നത് ഒന്ന് മാർക്ക് ചെയ്യാം. 1.8 എന്ന് പറയുമ്പോൾ ഏകദേശം 1.8 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ഉണ്ടാവും. ഇതാണ് 1.8. ഇനി നമുക്ക് ആവശ്യമുള്ളത് π/3 ആണ്. π/3 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് 60 ഡിഗ്രി ആണ്. അപ്പോൾ 60 ഡിഗ്രി ഏകദേശം ഇവിടെ ഉണ്ടാവും. ഇതാണ് 60 ഡിഗ്രി. നമുക്ക് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. 60 ഡിഗ്രി സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. തീറ്റ ഈക്വൽ ടു π/3 ആണിത്. ഇവിടെ നമുക്ക് വാല്യൂ എത്രയാണ്? 1.4 ആണ്. 1.4 എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും. ഇവിടെ 1.4 ഏകദേശം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇതാണ് പോയിൻ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള പോയിൻ്റുകൾ മാർക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇനി π/2 ആകുന്ന സമയത്ത് 1 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണുള്ളത്. 1 കണ്ട. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ആദ്യം ഞാൻ പറഞ്ഞിരുന്നത് 0 ≤ തീറ്റ ≤ π/2 എടുക്കണം. y ആക്സിസ് സിമെട്രി ആണല്ലോ, അല്ലെങ്കിൽ നമുക്ക് തീറ്റ = π/2 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനാണ് ഇവിടുത്തെ സിമെട്രി ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം വരച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും വരച്ചാൽ മതിയാവും. അപ്പോൾ ഈ 0 മുതൽ π/2 വരെയുള്ള ആംഗിൾ വരച്ചു കഴിഞ്ഞു. ആ പോയിന്റുകളെ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. എന്താ ഞാൻ പേനയും കൊണ്ട് വരയ്ക്കുന്നത് കാണാനും വീഡിയോയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും സ്കെയിൽ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. ഇനി ഇവിടെ നമുക്കുള്ളത് വൈ ആക്സിസ് സിമെട്രി ആയതുകൊണ്ട് ഇതുപോലെ തന്നെ ഇപ്പുറത്തേക്കും വരയ്ക്കണം എന്നല്ല പറഞ്ഞത്. നമുക്കതൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ സിമെട്രി അനുസരിച്ചുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാണ് കിട്ടുക. ഇവിടെ എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ വരയ്ക്കുക. ഞാൻ ഏകദേശം ചിത്രം വരച്ചതാണ്. ഗ്രാഫ് ഏകദേശമാണ് വരച്ചിരിക്കുന്നത്. ക്ലിയറായിട്ട് സിമെട്രി ഉണ്ടായിക്കോളണമെന്നില്ല. നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് തേർഡ് ക്വാഡ്രൻറ്റും കൂടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് പോലെ ഇപ്പുറത്തും വരച്ചാൽ മതിയാവും. നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ സിമെട്രി ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ആംഗിളുകളുണ്ട്. 7π/6 4π/3 3π/2. ഞാൻ ഈ 7π/6 4π/3 ഒന്ന് വരയ്ക്കുകയാണ്. ഇനി ആ സ്ട്രെയിറ്റ് ലൈനുകളൊന്ന് മാർക്ക് ചെയ്തേക്കാം. ഇത് നമുക്ക് 7π/6 ആണ് ഈ കാണുന്ന സ്ട്രെയിറ്റ് ലൈൻ. ഈ സ്ട്രെയിറ്റ് ലൈൻ നമുക്കുള്ളത് 4π/3 കാണുന്നത്. അവിടെ വാല്യൂസ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. 7π/6ൽ 5.5 ആണ്. 5.5 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ഉണ്ടാവും. ഇനി 4π/3ൽ 6.6 ആണ്. അത് ഇവിടെയും ഉണ്ടാവും. ഇനി ഇതിനടുക്കുള്ള ആംഗിളുകളൊക്കെ എടുക്കാം കേട്ടോ. 5π/4 എടുക്കാം, അതുപോലുള്ള ആംഗിളുകളെല്ലാം എടുക്കാം. എന്നിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇവിടെ വരയ്ക്കുന്ന സമയത്ത് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് ആ ഗ്രാഫ് ഈ പോയിന്റുകളെ ജോയിൻ ചെയ്തുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക. ഇനി 3π/2 എത്തുന്ന സമയത്തോ ഇതാണ് നമുക്ക് 3π/2 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ. അവിടെ വാല്യൂ 7 ആണ്. ഇതാണ് 7 എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ആ പോയിന്റിലേക്കും കൂടെ കൂട്ടി വരച്ചേക്കാം. ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ തേർഡ് ക്വാഡ്രൻറ്റിൽ ഗ്രാഫിൻ്റെ പോർഷൻ വരിക. അപ്പോൾ അതിനൊന്ന് വൃത്തിയാക്കി വരച്ചേക്കാം നമുക്ക്. ഇനി ഈ കാണുന്ന ഗ്രാഫിൻ്റെ ഇതിൻ്റെ സിമെട്രിയാണ് നമുക്ക് എവിടെ ആവശ്യമുള്ളത്. ഇതിൻ്റെ അതേ സിമെട്രിയാണ് ഇപ്പുറത്തേക്ക് ആവശ്യമുള്ളത്. അതും കൂടെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫാവും. ഇത് തീറ്റ = π/2 സിമെട്രിക് ആയതുകൊണ്ട് ഇതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് നമുക്ക് വരച്ച് നോക്കാം. നമുക്ക് ഗ്രാഫ് കംപ്ലീറ്റ് ആക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ സിമെട്രിക് ആയതുകൊണ്ട് ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇങ്ങനെ ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതൊരു കാർഡയോയിഡാണ്. നമ്മുടെ ഹാർട്ട് ഷേപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് കാർഡയോയിഡുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാഫുകൾ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണെന്നുള്ളത് ഓർത്തിരിക്കുക. വളരെ എളുപ്പമുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ, ഗ്രാഫ് ദ കർവ് r = 1 + 2 cos θ എന്നുള്ളതാണ്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് സിമെട്രി ചെക്ക് ചെയ്യണം.
ഏതെങ്കിലും സിമെട്രി ഉണ്ടോ എന്നുള്ളത്. അതിന് എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ ആർ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഏത് ആർ ഈക്വൽ ടു 1+2 കോസ് തീറ്റയിൽ ആർ ഈക്വൽ ടു മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആർ ഈക്വൽ ടു 1+2 കോസ് മൈനസ് തീറ്റ എന്നുള്ളതാണ്. കോസ് ഓഫ് മൈനസ് തീറ്റ ഈസ് കോസ് തീറ്റ ഇറ്റ് സെൽഫ്, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1+2 കോസ് തീറ്റ എന്ന് എഴുതാം. അതായത് ആർ മൈനസ് തീറ്റ എന്ന് പറയുന്ന പോയിന്റ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കാണാം. സോ ഇറ്റ് ഹാസ് എക്സ് ആക്സിസ് സിമെട്രി. ഇവിടെ എക്സ് ആക്സിസ് സിമെട്രി എന്നല്ല പറയുന്നത്, പോളാർ ആക്സിസ് സിമെട്രി ഉണ്ട് എന്ന് നമ്മൾ പറയും. ഇനി അടുത്ത പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആർ പൈ മൈനസ് തീറ്റയാണ്. ആർ പൈ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആർ ഈക്വൽ ടു 1+2 കോസ് പൈ മൈനസ് തീറ്റ എന്ന് കാണാം. അതായത് കോസ് പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ കിട്ടുന്നത് 1-2 കോസ് തീറ്റ എന്നാണ് കിട്ടുക. പക്ഷേ അത് നമ്മൾ ഇക്വേഷൻ തന്നിരിക്കുന്ന കർവല്ല, 1+2 കോസ് തീറ്റ അല്ല. അതുകൊണ്ട് ആർ പൈ മൈനസ് തീറ്റയും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഇറ്റ് ഹാസ് നോ വൈ ആക്സിസ് സിമെട്രി. വൈ ആക്സിസ് സിമെട്രി ഇല്ല. വൈ ആക്സിസ് സിമെട്രി ഇല്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് മൈനസ് ആർ തീറ്റയാണ്. അതെന്തായാലും നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ട് കാരണം ആറിന് മൈനസ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ കംപ്ലീറ്റ് മാറും. അതുകൊണ്ട് നമുക്ക് ഇതും സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് ഇതിനെന്തില്ല, ഒറിജിൻ സിമെട്രിയും ഇല്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ ഇവിടെ എന്തേ ഉള്ളൂ, നമുക്കിങ്ങനെ പറയാം, സിൻസ് ആർ ഈക്വൽ ടു 1+2 കോസ് തീറ്റ satisfies the point r minus theta, curve has polar axis symmetry. പോളാർ ആക്സിസ് സിമെട്രി ഉണ്ടെന്ന് പറയാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തെ കേസ് നമുക്ക് അറിയേണ്ടത് ആറിൻ്റെ വാല്യൂ ആണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. പോളാർ ആക്സിസ് സിമെട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട വാല്യൂസ് എന്ന് പറയുന്നത്, പോളാർ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന ആക്സിസ് ആണല്ലോ. അതുകൊണ്ട് 0 to പൈ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഗ്രാഫിൻ്റെ അതേ ഇമേജാണ്, മിറർ ഇമേജാണ് ഇവിടെയും കിട്ടുക. അപ്പോൾ 0 to പൈ ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക. ഇവിടെ എക്സ് ആക്സിസ് അല്ലെങ്കിൽ പോളാർ ആക്സിസ് സിമെട്രി ഉണ്ടായതുകൊണ്ടാണ് അത് മാത്രം പറയുന്നത്. ഇനി രണ്ടാമത് നമുക്ക് ഈ കോസ് തീറ്റയുടെ വാല്യൂവിനനുസരിച്ച് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ 0 മുതൽ പൈ വരെ വേരി ചെയ്യുമ്പോൾ കോസ് തീറ്റയുടെ വാല്യൂവിന് എന്തെല്ലാമാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാവുന്നത് ആസ് തീറ്റ varies from 0 to pi/2, value of cos theta decreases from 1 to 0, and as theta varies from pi/2 to pi, again value of cos theta varies from 0 to -1, decreases from 0 to -1. ഇനി അതിനനുസരിച്ച് കൊണ്ട് നമ്മുടെ ആറിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒന്ന് നോക്കാം. അപ്പോൾ ആർ ഈക്വൽ ടു 0 ആകുന്ന കേസുകളിൽ നമുക്ക് കിട്ടുന്നത് വാല്യൂ 3 ആണ്. അപ്പോൾ ഇവിടെ മാക്സിമം ആണ് അതിന് വാല്യൂ ഉണ്ടാവുക. ദാറ്റ് ഈസ് 1+2 cos 0, 1+2 3 എന്നാവും. ഇനി pi/2 ആവുന്ന സമയത്ത് വീണ്ടും നമുക്ക് 0ലേക്ക് വരുമ്പോൾ വാല്യൂ 1 എന്നാവും. പിന്നെ പൈയിലേക്ക് എത്തുമ്പോൾ അവിടെ വാല്യൂ മിനിമമായി മാറുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഓരോ വാല്യൂ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഈ തീറ്റയുടെ വാല്യൂ 0 മുതൽ പൈ വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ വാല്യൂ കിട്ടുന്ന ഓരോന്ന് മാർക്ക് ചെയ്ത് അത് എഴുതി മാർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിലൊരു കാര്യം കൂടെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത്, അവിടെ ആറ് എപ്പോഴെങ്കിലും 0 ആവുമോ എന്നുള്ളത് നോക്കണം. ആറിൻ്റെ വാല്യൂ എപ്പോഴെങ്കിലും 0 ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രാഫ് പോളിലൂടെ അല്ലെങ്കിൽ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് കാണാൻ കഴിയും. ഇവിടെ 6 0 ആകുന്നത് എപ്പോഴാണ്,
ഹിയർ r equal to 0 when 1 plus 2 cos theta equal to 0. അതായത് 2 cos theta equal to -1 ആകുന്ന സമയത്ത് r equal to 0 ആവും. ദാറ്റ് ഈസ് when cos theta equal to -1/2. cos theta equal to -1/2 ആകുമ്പോൾ നമുക്ക് ഈ r equal to 0 ആകുന്നതാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ cos theta equal to -1/2 ആകുന്നത് എപ്പോഴാണ്? നമ്മൾ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അവിടെ നമ്മൾ കണ്ടിരുന്നത് ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ഓർമ്മയുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ പിന്നെ റെഫർ ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം ഇതിലേക്ക് വരിക. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുക when theta equal to 2π/3 the value of cos theta equal to -1/2 എന്ന് കാണാം. വേറെയും ഒരുപാട് വാല്യൂസ് ഉണ്ട്. നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് -1/2 ആവുന്നത് 2π/3 ആകുമ്പോഴാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് പറയാം when theta equal to 2π/3 our graph passes through the pole. That is when theta equal to 2π/3 graph passes through touches the pole. പോളിലൂടെ കടന്നു പോകുന്നു എന്ന് കാണാൻ കഴിയും. ഇനി ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഗ്രാഫിലേക്ക് പോകാം. ആ വാല്യൂ നേരത്തെ ചെയ്തതുപോലെ ടേബിൾ ഒന്ന് വരയ്ക്കുകയാണ്. ഞാൻ ചെയ്യാൻ പോകുന്നില്ല, നേരെ ആ ടേബിൾ വരയ്ക്കുകയാണ്. അതിനുശേഷം ഗ്രാഫിലേക്ക് പോകാം. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വാല്യൂസ്. ഇതുപയോഗിച്ചുകൊണ്ട് ഗ്രാഫും കൂടെ ഒന്ന് വരച്ച് നോക്കാം. ഈ മേലെ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനുകൾ തീറ്റയുടെ വാല്യൂവിനനുസരിച്ചുള്ള സ്ട്രെയിറ്റ് ലൈനുകളാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. അതിലുള്ള കുറച്ച് പോയിന്റുകൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഡാർക്കൻ ചെയ്ത് ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ആദ്യം തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ വാല്യൂ 3. ഇതാണ് തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ. വാല്യൂ 1 2 3 ഇവിടെയുണ്ട്. നെക്സ്റ്റ് π/6 ആകുമ്പോൾ 2.73 അതിവിടെയാണ്, ഏകദേശം മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. π/4 ആകുമ്പോൾ 2.41. നെക്സ്റ്റ് π/3 ആകുന്ന സമയത്ത് 2 ആൻഡ് π/2 ആകുമ്പോൾ 1. ഇങ്ങനെ. ഇനി 2π/3 വരുമ്പോൾ പോളാണ് നമുക്ക് കിട്ടുന്നത് 0 ആണ് വാല്യൂ. നെക്സ്റ്റ് നോക്കണേ, 3π/4 -0.41 ആണ്. അപ്പോൾ നമുക്ക് ഇതാണ് 3π/4. ഈ -0.41 എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫോർവേഡ് ഡയറക്ഷനിലല്ല യൂണിറ്റ് എടുക്കേണ്ടത്, ഡിസ്റ്റൻസ് എടുക്കേണ്ടത് ബാക്ക്വേഡ് ഡയറക്ഷനിൽ എടുക്കണം. അപ്പോൾ 0.41 എന്ന് പറയുന്നത് ഇതാ ഇവിടെ വരും, കണ്ടോ, ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. നെക്സ്റ്റ് 5π/6 -0.73 ആണ്. π/6 എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്. അവിടുന്ന് ഫോർവേഡ് ഡയറക്ഷനിലല്ല 0.7 നമ്മൾ മാർക്ക് ചെയ്യുന്നത്, ബാക്ക്വേഡ് ഡയറക്ഷനിൽ വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ 0.7 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ഉണ്ടാവും, ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി പൈ എന്ന് പറയുന്നത് -1 ആണ്. പൈയുടെ വാല്യൂ ഇതാണ്, പൈ എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ -1 എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഉണ്ടാവും, കണ്ടോ, ഇങ്ങോട്ടേക്കാണ് -1 നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഒരു കർവ് എന്ന് പറയുന്നത്. എക്സ് ആക്സിസ് സിമെട്രി ആയതുകൊണ്ട് നമുക്ക് ഈ ഭാഗം വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് വരയ്ക്കണം എന്നല്ല പറയണത്. നമുക്ക് ആദ്യം ഇതൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇത് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ഗ്രാഫ് ഇങ്ങനെ വരും, ഇങ്ങനെ വന്ന് കണ്ട ഒറിജിനിലേക്ക് എത്തി. പിന്നെ ഒറിജിനിലൂടെ ഇങ്ങനെ വന്ന് ഇവിടത്തേക്ക് എത്തി. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഗ്രാഫ്. ഏത് നമ്മൾ 0 മുതൽ പൈ വരെ വരച്ചാൽ കിട്ടുന്ന ഗ്രാഫാണ് ഈ കാണുന്നത്. ഇനി നമുക്കുള്ളത് എക്സ് ആക്സിസ് സിമെട്രി ആണല്ലോ. എക്സ് ആക്സിസ് സിമെട്രി ആയതുകൊണ്ട് ഇതുപോലെ തന്നെ ഒരു ഷേപ്പ് മിറർ ഇമേജ് നമുക്ക് ഇവിടെ വരച്ചിരിക്കണം. അതും കൂടെ ഒന്ന് വരച്ച് നോക്കാം. എക്സ് ആക്സിസ് സിമെട്രി ഉള്ളതുകൊണ്ട് അതും കൂടെ കൂട്ടി വരച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാഫാണ് ഈ കാണുന്നത്. ഇത് ഞാൻ ഏകദേശ ഗ്രാഫ് വരച്ചതാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ വൃത്തിയായിട്ട് വരയ്ക്കണം, സിമെട്രിയൊക്കെ നോക്കി ഭംഗിയായിട്ട് വരയ്ക്കുക. ഇത്രയുമാണ് നമുക്ക് ആകെ ഈ ഗ്രാഫിംഗ് ഓഫ് പോളാർ കേവ്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ പഠിക്കാനുള്ളത്. വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്, പക്ഷേ മനസ്സിലാക്കിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഗ്രാഫുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കുറേ ഗ്രാഫുകൾ കാണാം. ഇത് നിർബന്ധമായിട്ട് വരച്ച് പഠിക്കണം. പ്രോബ്ലം 12 കാണാം, പ്രോബ്ലം 13 ഉണ്ട്, പിന്നെ അതുപോലെ പ്രോബ്ലം 14 ഉണ്ട്. നെക്സ്റ്റ് വേറെ ഗ്രാഫുള്ളത് പ്രോബ്ലം 15 ആണ്.
ഇത്രയും ഗ്രാഫുകൾ നിർബന്ധമായും നിങ്ങൾ വരച്ച് പഠിച്ചിരിക്കണം. അത് ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കും. ഈ വർക്കൗട്ട് എക്സാമ്പിൾസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഗ്രാഫ് വരയ്ക്കുന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, വരച്ച് നോക്കുക, മനസ്സിലാക്കുക, കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.